കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലത്തെ യു.ഡി.എഫ് പുതുയുഗയാത്രയ്ക്ക് മുന്നോടിയായി വരച്ചുകാട്ടി കെ.പി.സി.സി സംസ്കാര സാഹിതിയുടെ കലാജാഥ പ്രയാണം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 10-ൽ പരം നാടക കലാകാരന്മാരാണ് കലാവതരണത്തിൽ വേഷമിടുന്നത്. നിങ്ങളും 8ാം ക്ലാസ്സും കുസ്തിയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. അല്ല, എന്റെ നാട്ടുകാര് സമ്പൂർണ്ണ സാക്ഷരതയും അറിവുള്ളവരാണെങ്കിൽ എന്നെ മുഖ്യമന്ത്രിയാക്കുക. മാറണം. അത് മാറ്റുന്നുണ്ട് മുതലാളി കേട്ടാ. മുതലാളി സോറി കേട്ടാ. കോർപ്പറേറ്റ് what nonsense you are talking. We want Kerala. പൊന്നുമോളുടെ കൈ മുറിക്കാതെ പറ്റില്ലെന്ന് വേറെ വിധിയില്ലല്ലോ. സമ്മതിച്ചു. എല്ലാം കഴിഞ്ഞ് എന്റെ മോക്ക് ബോധം വന്നപ്പോ അവൾ ആ കൈയിലേക്ക് നോക്കി എന്നോട് ചോദിച്ചു, എന്റെ കൈ എവിടെയമ്മേന്ന്. ഞാൻ ചിത്രം വരയ്ക്കുന്നത് എന്റെ കൈ എവിടെയമ്മേന്ന്. മറന്നു പോകരുത്, സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതും ശബരിമലയിലെ സ്വർണം മുഴുവൻ ഊറ്റിയാണ് തരിച്ചു കൊണ്ടുപോയതും പകരം ചെമ്പടിച്ചതും നമ്മൾ മറന്നു പോകരുത്. പേവിഷ വാക്സിൻ കൊടുത്തിട്ട് പോലും രക്ഷ കിട്ടാതെ സർക്കാർ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയ കുഞ്ഞിനെ നമുക്ക് മറക്കാനാവുമോ? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സന്ദേശ പ്രചാരണ ഭാഗമായാണ് സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ കലാജാഥ അവതരിപ്പിച്ചു വരുന്നത്. വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് നിന്നാണ് കെ.പി.സി.സി സംസ്കാര സാഹിതിയുടെ കലാജാഥ പ്രയാണം തുടങ്ങിയത്. 10 വർഷത്തെ എൽ.ഡി.എഫ് ഭരണത്തിന്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 10-ൽ പരം നാടക കലാകാരന്മാരാണ് കള്ളനും കപ്പിത്താനും എന്ന ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ C.R. മഹേഷിൻ്റെതാണ് ആശയം. സംസ്ഥാന വൈസ് പ്രസിഡന്റും നാടൻ കലാ അക്കാദമി മുൻ സെക്രട്ടറിയുമായ പ്രദീപ് കുമാർ പയ്യന്നൂരാണ് ആവിഷ്കാരം നിർവഹിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന നാടക അവതരണം കാണാൻ ഒട്ടേറെ പേർ എത്തി. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ അവതരണത്തിന് ശേഷം കണ്ണൂർ ടൗണിൽ ആദ്യ ദിനം സമാപിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തലശ്ശേരി, 11 മണിക്ക് പാനൂർ, വൈകുന്നേരം 3 മണിക്ക് മട്ടന്നൂർ, 4 മണിക്ക് ശ്രീകണ്ഠാപുരം, 5 മണിക്ക് ഇരിട്ടി എന്നിവിടങ്ങളിൽ കലാജാഥ പരിപാടി അവതരിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.